ഒത്തിരി സന്തോഷം. ഞാനും അഡ്വക്കേറ്റ് ഗോവിന്ദും കൂടെ ചേർന്ന് പുതിയൊരു ഓഫീസ് തുടങ്ങി. അപ്പോൾ ഇനി മുന്നോട്ട് ഈ പ്രൊഫഷനിൽ തന്നെ സധൈര്യം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കൂടെ നിന്നവർക്കൊക്കെ ഒത്തിരി നന്ദി. ഒത്തിരി നല്ല മനുഷ്യർ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് വരാനായിട്ട് സാധിച്ചത്. ഒത്തിരി നന്ദി. വളരെ സന്തോഷം പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിച്ചതിൽ. അന്ന് നടന്ന ആ ഒരു സംഭവം ഇതിന് നിമിത്തമായെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു, പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, എന്തായാലും മുന്നോട്ട് വരണം എന്നുണ്ട്. തകർന്നു പോയപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വാക്കുകൾ ഇതിൽ തന്നെ നിൽക്കണം, ഇതിൽ നിന്ന് മുന്നോട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് അവരോടൊക്കെ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി. അപ്പോൾ എന്തായാലും മുന്നോട്ട് വരണം എന്നൊരു തീരുമാനം എടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ടത് നേരത്തെ തന്നെ ആക്കിക്കൂടാ? വീട്ടിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നതിനേക്കാൾ ഇത്രയും നല്ലത് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലോട്ട് വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന്. ഒത്തിരി സന്തോഷം അവർക്ക്, ഒത്തിരി സന്തോഷം. അമ്മയ്ക്കൊക്കെ ഭയങ്കര, അമ്മയും പപ്പയൊക്കെ അനുഗ്രഹിച്ചു വിട്ടു അവർക്ക്. കാരണം അവരെൻ്റെ അത്രയും മോശം അവസ്ഥ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ആരോടും സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാതിരുന്ന മകളിൽ നിന്ന് പെട്ടെന്ന് യൂണിഫോമൊക്കെ ഇട്ട് മുമ്പത്തെ പോലെ ആക്റ്റീവായിട്ട് വീണ്ടും കോടതിയിലൊക്കെ വരുമെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അനുഗ്രഹിച്ചൊക്കെ വിട്ടു. സഹപ്രവർത്തകരുടെ ഭാഗത്ത് നേരത്തെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, മോശം അഭിപ്രായം ഉണ്ടായിരുന്നു. പറയാൻ ഉദ്ദേശിക്കുന്നത് അവരോട് എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ. സപ്പോർട്ട് ചെയ്തവർക്കും കുറ്റം പറഞ്ഞവർക്കും ഒക്കെ നന്ദി മാത്രമേ ഉള്ളൂ. അവർ അതിനെക്കുറിച്ച് കൂടുതൽ എല്ലാവരും കൂടെ നിന്ന് നിൽക്കുന്നു. എന്നോട് നേരിട്ട് വന്നിട്ട് അങ്ങനെ നെഗറ്റീവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞാലും എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യം അങ്ങനെയൊന്നും ഇല്ല. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്ത് കാര്യത്തിനും രണ്ട് വശം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ വേറെ എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. അതെ, ത്യാഗവും വേദനയും സങ്കടവും ഒക്കെ സഹിച്ചിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ശ്യാമിനി ഒരു തുറന്നു പറയാനൊരു മനസ്സ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം തന്നെ അഡ്രസ്സ് ചെയ്തത്, മീഡിയയ്ക്കൊന്നും അഡ്രസ്സ് ചെയ്തത്. എന്നാൽ സമാനമായ രീതിയിൽ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നിരവധി ജൂനിയേഴ്സ് ആയിട്ടുള്ള അഭിഭാഷകരുണ്ട്. ആരും കരിയർ നോക്കിക്കൊണ്ട് തുറന്നു പറയാറില്ല. അപ്പോൾ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ഈ അവസരത്തിൽ ഇങ്ങനൊരു മാറ്റം? ഇതുപോലെ ഞങ്ങളുടെ പ്രൊഫഷനിൽ അറിയില്ല, നമ്മുടെ പ്രൊഫഷൻ മാത്രമല്ല എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, എല്ലാ പ്രൊഫഷനിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് സഹിക്കുന്നത് ഞാൻ ആ അവസ്ഥയിലൂടെ വന്നതുകൊണ്ട് എനിക്കറിയാം അവർക്ക് എന്തുകൊണ്ടായിരിക്കും സഹിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറ്റില്ല എങ്കിൽ വരിക എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഞാനും ഒത്തിരി സഹിച്ച് നിന്നിട്ടുള്ളതാണ്. അപ്പോൾ മുന്നോട്ട് വരിക, നമ്മുടെ ഈ പ്രൊഫഷനെന്നല്ല അവരേത് മേഖലയിലായിരുന്നാലും അതുമായി മുന്നോട്ട് പോവുക. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തയ്യാറായാൽ പൊതുസമൂഹം കൂടെ നിൽക്കുമെന്നുള്ള ഒരു ഉദാഹരണമല്ലേ? തീർച്ചയായും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്നല്ല, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടാകും. കേരള ജനത എൻ്റെ കൂടൊപ്പം ഉണ്ടായിരുന്നു. ഒത്തിരി നന്ദി. എല്ലാവരും എനിക്കൊപ്പം തന്നെ നിന്നു എന്നുള്ളതാണ്. എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രൊഫഷണലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നെഗറ്റീവ് അതിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം. എനിക്കിപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ട് പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ, ഇനിയും പറയുന്നവർ ഇനിയും പറഞ്ഞോട്ടെ. അതൊന്നും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എനിക്ക് അതൊന്നും ചിന്തിക്കാനുള്ള സമയം ഇനിയില്ല. എൻ്റെ മുന്നിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവാം. അത് ഒന്നും ഞാനത് ബോധേഡല്ല എന്നുള്ളതാണ്.